ചിലപ്പോൾ നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, നിങ്ങളുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, ലൈംഗികമായിട്ട് തന്നെ നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിരിക്കും ചില ആളുകൾ നടത്തുക. അത്തരത്തിലൊരു പെൺകുട്ടിക്ക് കിട്ടിയ 8ൻ്റെ പണിയാണ് ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എന്താലേ അവസ്ഥ? അച്ഛൻ ചോദിക്കുകയാണ്, എങ്ങോട്ടാണ് മോളെ നീ പോകുന്നത് എന്ന്. അപ്പോൾ മകൾ കൊടുത്ത മറുപടി എന്താ പറയുക? കൂട്ടുകാരിയുടെ അനിയത്തിയുടെ കല്യാണമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് പോകണമെന്ന്. അച്ഛനൊന്നും പറഞ്ഞില്ല, മോള് പൊക്കോളെന്ന് പറഞ്ഞു. പക്ഷേ നേരെ പോയത് എങ്ങോട്ടാണെന്നറിയോ? ഇന്നലെ പരിചയപ്പെട്ടവനെ കാണാൻ വേണ്ടിയിട്ടും അവനുമായിട്ട് സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും എല്ലാ പെൺകുട്ടികളും കാണേണ്ട ഒരു വീഡിയോ ആണിത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമുക്കറിയാം, ഇൻസ്റ്റഗ്രാം പോലെയുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ അവൈലബിളാണ്. പല രീതിയിലുള്ള, പല സ്വഭാവത്തിലുള്ള പല ആളുകളെ നമുക്ക് സോഷ്യൽ മീഡിയ വഴി കാണാൻ കഴിയും. പക്ഷേ യഥാർത്ഥ സ്വഭാവം നമ്മളെ വിളിക്കുന്ന സമയത്തോ, നമ്മളുമായിട്ട് സമയം ചെലവഴിക്കുന്ന സമയത്തോ, നമ്മളുമായിട്ട് ചാറ്റ് ചെയ്യുന്ന സമയത്തോ ഉള്ളതല്ല അവരുടെ യഥാർത്ഥ സ്വഭാവം. ചിലപ്പോൾ നിങ്ങളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, നിങ്ങളുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, ലൈംഗികമായിട്ട് തന്നെ നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമായിരിക്കും ചില ആളുകൾ നടത്തുക. അത്തരത്തിലൊരു പെൺകുട്ടിക്ക് കിട്ടിയ 8ൻ്റെ പണിയാണ് ഗൈസ്. വീഡിയോ കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാണ് പയ്യൻ. ആ ഒരു മൊബൈൽ ക്യാമറ പയ്യന് തന്നെയാണ്. അവൻ തന്നെയാണ് അവിടെ ഫോൺ വെച്ചത്. പ്ലാനിങ് ആണ്. ശേഷം ആ പയ്യൻ എന്ത് ചെയ്യാണ്? വീഡിയോ ഓൺ ചെയ്തു. അതായത് ആ പെൺകുട്ടിയെ വിളിച്ചു. ആ വിളിക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത്. വീട്ടിലേക്കാണ് ക്ഷണിച്ചത്, റൂമിലേക്കൊന്നുമല്ല, ഹോട്ടലിലേക്കോ റെസ്റ്റോറൻറ്റിലേക്കോ അല്ലെങ്കിൽ പാർക്കിലേക്കോ എവിടേക്കോ അല്ല. പയ്യൻ്റെ സ്വന്തം വീട്ടിലേക്കാണ് പെൺകുട്ടിയെ ക്ഷണിച്ചത്. എനിക്കൊന്ന് ഓൾറെഡി വന്നതാണെന്ന് തോന്നുന്നു, അറിയില്ല, ഇനി ആദ്യമായിട്ട് കാണുന്നതാണോ എന്നും അറിയില്ല. പക്ഷേ പെൺകുട്ടി വന്നു. ആ വീട്ടിൽ ആരും ഇല്ല. എനിക്കൊന്ന് ഈ പയ്യന് ബാച്ചിലറായിട്ട് പുറത്തു നിന്ന് എവിടെ നിന്നോ വന്നിട്ട് ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ബാച്ചിലറായിട്ടുള്ള ഒരു പയ്യനാണ്. ആ പയ്യനാണ് ഇൻസ്റ്റഗ്രാം വഴി ഒരു പെൺകുട്ടിയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു. ആ പെൺകുട്ടിയെ വശീകരിച്ചിട്ട് ലൈംഗികമായിട്ട് ആ പെൺകുട്ടിയെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരത്തിന് വേണ്ടിയിട്ട് കാത്തു നിന്നു. ആ ദിവസമാണ് ഇന്ന്. പെൺകുട്ടിയെ വിളിക്കുന്നു. ആ പയ്യൻ പറഞ്ഞ ലൊക്കേഷൻ അനുസരിച്ച് ആ വീട്ടിലേക്ക് വരുന്നു. എന്തായാലും നല്ല ഗഡ്സുള്ള, നല്ല ധൈര്യമുള്ള കുട്ടിയാട്ടോ. കാരണം ഒരാൺകുട്ടി തൻ്റെ വീട്ടിൽ ആരുമില്ല എന്ന് അറിഞ്ഞിട്ട് വരുന്ന വരവേ നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കുക ഗൈസ്. പെൺകുട്ടി പറഞ്ഞു, എനിക്ക് ജസ്റ്റ് ഒന്ന് ബാത്റൂമിൽ പോകണം. ബാത്റൂമിൽ പോയ ആ മൂമെൻറ്റിൽ ഈ നാറി ചെയ്യുന്ന പരിപാടി നിങ്ങൾ നോക്കുക. ജ്യൂസിൽ നമ്മുടെ ഗ്രീഷ്മ ഈ ജ്യൂസിൽ ഇതൊക്കെ കലക്കി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരുന്നത് ഗ്രീഷ്മയുടെ ഒരു ഹിസ്റ്ററിയാണ്. അതായത് ജ്യൂസിൽ എന്ത് ചെയ്തു, ഈ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ സ്വഭാവം നഷ്ടപ്പെടുന്ന ആ ഒരു ഇത്, അതായത് മയക്കുമരുന്ന് മിക്സാക്കിയിട്ട് കൊടുത്തു. അങ്ങനെ പെൺകുട്ടി കുടിച്ചു ഗൈസ്. അപ്പോൾ ബോധം നഷ്ടപ്പെടുന്നു. ആ പെൺകുട്ടിയെ ഉപയോഗിക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് കുട്ടിക്ക് ബോധം വരുന്നത്. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഞാൻ ചീറ്റ് ചെയ്യപ്പെട്ടു എന്ന്. പിന്നീട് ദുഃഖിച്ചിട്ടോ കരഞ്ഞിട്ടോ കുറിച്ചിട്ടോ കാര്യമൊന്നുമില്ല ഗൈസ്. അതുകൊണ്ട് ഇങ്ങനെ ഓൺലൈനായിട്ട് പരിചയപ്പെട്ട പയ്യന്മാരെ അല്ലെങ്കിൽ വ്യക്തികളെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ന്യൂസുകൾ കേൾക്കുകയാണ്. സോഷ്യൽ മീഡിയ വഴി തന്നെ ചെറിയ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പോലും കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. എങ്ങോട്ടാണ് പോകുന്നത്? ആരെ കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പോകുന്നത്? എന്ത് വിശ്വസിച്ചാണ് നിങ്ങൾ പോകുന്നത്? അതുകൊണ്ട് മണ്ടത്തരം കാണിക്കാതിരിക്കുക. ഇത്തരത്തിലുള്ള ചതികളിൽ നിങ്ങൾ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ദുഃഖിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ.
അതുകൊണ്ട് സോഷ്യൽ മീഡിയയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇൻസ്റ്റയും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നമുക്ക് അതിൻ്റേതായ രീതിയിൽ അതിൻ്റേതായ ഒരു ടെൻഡൻസിയിൽ കണ്ടിട്ട് അതിൻ്റെ പോസിറ്റീവ് വശം മാത്രം നിങ്ങൾ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. സോ നല്ല നല്ല ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് ഇതുവഴി കിട്ടും. സോ ഷെയർ ചെയ്ത് കൊടുക്കുക, ഇത്തരത്തിലുള്ള ചതികൾ പെടാതിരിക്കുക. സോ മറ്റൊരു വീഡിയോ കാണാം. ബൈ ഫ്രണ്ട്സ്.